ഹായ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം ഓർത്ത്, ഇത് എൻ്റെ വിരലിൽ നേരത്തെ എൻ്റെ ഉണ്ടായിരുന്നു. അതെൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഒരു 2 എണ്ണം മേടിച്ചു. പിന്നെ ഇതിൻ്റെ ചാർജ് തീരുമല്ലോ. ഞാൻ ഇവിടെ പല കടകളിലും കയറിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ടൈമർ. ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എൻ്റെ വിരലയിലാണ് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് അത് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത് കേട്ടോ. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ എൻ്റെ കയ്യെ കിടന്നിട്ട് ഞാൻ ഏരിയ സൂപ്പർവൈസർ. അപ്പം ഞാൻ കുറേ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോഴല്ലേ ഹിന്ദുക്കളായിട്ടുള്ള എൻ്റെ സ്റ്റാഫുകളെല്ലാം ഇതെന്നതാ ഈ കയ്യെ കിടക്കുന്നത്, എന്നതാ ഈ കയ്യെ കിടക്കണേന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് അതിശയം ഇതെന്താണെന്നുള്ള കാര്യം. അതേസമയം എനിക്കിവിടെയൊക്കെ തന്നെ മുസ്ലിംസ് സ്റ്റാഫുകളും ഉണ്ട്. അവർക്കൊക്കെ അറിയാം ഇത് എന്താണെന്ന്. അപ്പം എൻ്റെ ഒരു സ്റ്റാഫ് ഡാൻസി, അവൾ പറഞ്ഞ് ഞാൻ ദിക്റയെല്ലാം പഠിപ്പിച്ചത്. അപ്പം മാഡം അത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് കേട്ടോ. പക്ഷെ അവർക്കെല്ലാം അറിയാം, അവരെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ഒരാൾക്ക് പോലും ഇതെന്തിനാണ്, ഇതെന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഞാൻ പോകുമ്പം ഞാൻ ഹരേ കൃഷ്ണ ചൊല്ലിക്കൊണ്ട് വന്നു. അപ്പം ഞാൻ ഇതിൽ കൗണ്ട് ചെയ്ത് നമുക്ക് ഇത് ഓരോ ഇതും നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും വേണ്ട. നമ്മളിതിരിക്കുമ്പോഴത്തേനും നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ അപ്പോൾ ഹരേ കൃഷ്ണ ചൊല്ലുവാണെങ്കിൽ ഇപ്പോൾ ആർക്ക് എന്താണോ ഏത് നാമമാണോ ജപിക്കുന്നത് അത് നമുക്കിതിൽ ജപിക്കാം. നമുക്ക് വിരലിലൊന്നും എണ്ണിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹരേ കൃഷ്ണനാണ് ചൊല്ലുന്നത്. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ചേച്ചിമാർക്കോ അമ്മമാർക്കോ മക്കൾക്കോ ഒക്കെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ഇത് എന്താണെന്ന് അറിയത്തില്ല എന്ന് ഒരാൾക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അറിയാൻ പാടില്ലാത്ത ഇനി വലിയ വിലയൊന്നുമില്ല, 30 രൂപയേ ഉള്ളൂ താനും. അപ്പോൾ നമുക്ക് നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ ആരും ഇല്ലാതെയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇതിങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് നാമം ജപിക്കാൻ ഉള്ളതാട്ടോ. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലേ.